ഒരു സാധാരണ ജീവിതത്തിൽ നിന്ന് അസാധാരണമായ ഒരു വിജയത്തിലേക്ക് നടന്നു കയറിയ ഒരാളുടെ കഥയാണ്. അതെ, വെസ്റ്റ് ബംഗാൾ സ്വദേശിയായ അശോക് ഘോഷ്. ഹരിയാനയിലെ ഒരു കമ്പനിയിലെ സാധാരണ ജോലിക്കാരനായിരുന്ന അദ്ദേഹം ഇന്ന് ഒന്നിലധികം കാറുകളുടെയും വീടുകളുടെയും ഉടമയാണ്. അപ്പോൾ ഈ മാറ്റത്തിന് പിന്നിലെ യഥാർത്ഥ കാരണം എന്താണ്? നമ്മൾ ഇന്ന് പരിശോധിക്കുന്നത് വെറുമൊരു വിജയകഥയല്ല, മറിച്ച് ഒരാളുടെ ചിന്താഗതിയിൽ വന്ന ഒരു മാറ്റം. അതെങ്ങനെയാണ് അയാളുടെ ജീവിതത്തെ മൊത്തത്തിൽ മാറ്റിമറിച്ചത് എന്നാണ്. അതായത് താൻ പോകുന്ന വഴി ശരിയല്ല, തന്റെ സ്വപ്നങ്ങളിലേക്ക് ഇതെത്തില്ല എന്ന് തിരിച്ചറിയുന്നൊരു നിമിഷമുണ്ട്. ആ ഒരു തിരിച്ചറിവ്. അതെ, ആ തിരിച്ചറിവിൽ നിന്ന് ശരിയായ അവസരം കണ്ടെത്തി അതിൽ ഉറച്ചുനിന്ന അശോക് ഘോഷിന്റെ യാത്രയിലെ പ്രധാന പാഠങ്ങളാണ് നമ്മളിവിടെ കണ്ടെത്താൻ ശ്രമിക്കുന്നത്. എനിക്കിത് കേട്ടിട്ട് ശരിക്കും ഒരു ആകാംക്ഷ തോന്നുന്നു. കാരണം ഈ യാത്ര തുടങ്ങുന്നത് വലിയ പ്രതീക്ഷകളോടെയല്ല, മറിച്ചൊരു തരം ഭയത്തിൽ നിന്നാണ്. ശരിയാണ്, ഭാവിയെക്കുറിച്ചുള്ള ഒരു ഭയം. അവിടെ നിന്ന് 4 കാറുകൾ, 3 വീടുകൾ, ഈ ഒരു യാഥാർത്ഥ്യത്തിലേക്ക് അദ്ദേഹം എങ്ങനെ എത്തി? നമുക്ക് ഈ കഥയുടെ ഓരോ ഭാഗവും വിശദമായിട്ട് തന്നെ നോക്കാം. തീർച്ചയായും. അപ്പോ തുടക്കത്തിൽ നിന്ന് തന്നെ തുടങ്ങാം അല്ലേ? അശോക് ഘോഷ് ഹരിയാനയിലൊരു വലിയ കമ്പനിയിൽ ജോലി ചെയ്യുന്നു. ആയിരക്കണക്കിന് ആളുകളെപ്പോലെ മെച്ചപ്പെട്ട ഒരു ജീവിതം സ്വപ്നം കാണുന്ന ഒരു സാധാരണ ബംഗാളി യുവാവ്. പക്ഷെ അദ്ദേഹത്തെ മറ്റുള്ളവരിൽ നിന്നും വ്യത്യസ്തനാക്കിയത് അദ്ദേഹത്തിന്റെ ഒരു നിരീക്ഷണ പാഠവുമാണ്. അതെ അതെ, അദ്ദേഹം ചെയ്തത് വളരെ ലളിതമായ പക്ഷെ വളരെ ശക്തമായൊരു കാര്യമാണ്. അദ്ദേഹം തന്റെ ഭാവി എന്താകുമെന്ന് പ്രവചിക്കാൻ ശ്രമിച്ചു. ഒരു ടൈം മെഷീനും ഇല്ലാതെ. അതെ, അതിനു പകരം തന്റെ കമ്പനിയിൽ തന്നേക്കാൾ 10-20 വർഷം സീനിയറായ ആളുകളെ, മാനേജർമാരെ, സൂപ്പർവൈസർമാരെയൊക്കെ നിരീക്ഷിക്കാൻ തുടങ്ങി. അതാണ് കഥയിലെ ആ ഒരു ആദ്യത്തെ ട്വിസ്റ്റ് എന്ന് പറയാം. വർഷങ്ങളുടെ അധ്വാനത്തിന് ശേഷം തന്റെ സീനിയർ സഹപ്രവർത്തകർ എന്തിലാണ് ഓഫീസിൽ വരുന്നത് എന്ന് അദ്ദേഹം ശ്രദ്ധിച്ചു. ചിലർ സൈക്കിളിൽ, മറ്റു ചിലർ ഒരു പഴയ ബജാജ് സ്കൂട്ടറിൽ. ആ ഒരു കാഴ്ചയാണ് അദ്ദേഹത്തെ ശരിക്കും പിടിച്ചുലച്ചത്. നമ്മളിൽ പലർക്കും ജീവിതത്തിൽ അങ്ങനെ ഒരു കണ്ണാടി നിമിഷമുണ്ടാകാറുണ്ട്. ശരിയാണ്. നമ്മുടെ ഭാവി ഒരു കണ്ണാടിയിലെന്ന പോലെ മുന്നിൽ കാണുന്നൊരു നിമിഷം. അശോക് ഘോഷിന് അതായിരുന്നു ആ സ്കൂട്ടർ നിമിഷം. അദ്ദേഹം സ്വയം ചോദിച്ചിട്ടുണ്ടാകുമല്ലേ, 20 വർഷം ഈ കമ്പനിക്കു വേണ്ടി എന്റെ ജീവിതം കൊടുത്താൽ എനിക്കും അവസാനം കിട്ടാൻ പോകുന്നത് ഈ ഒരു സ്കൂട്ടറാണോ എന്ന്. അതേ ചോദ്യം, ഇതാണോ എന്റെ സ്വപ്നം? ആ ചോദ്യം അദ്ദേഹത്തെ വല്ലാതെ അസ്വസ്ഥനാക്കി. കാരണം അദ്ദേഹത്തിന്റെ സ്വപ്നങ്ങൾ ആ സ്കൂട്ടറിൽ ഒതുങ്ങുന്നതായിരുന്നില്ല. സ്വന്തമായൊരു വീട്, നല്ലൊരു കാറ്, പിന്നെ സാമ്പത്തിക സ്വാതന്ത്ര്യം, ഇതൊക്കെയായിരുന്നു ലക്ഷ്യങ്ങൾ. അതെ, അതിലെ ജോലി ആ ലക്ഷ്യങ്ങളിലേക്കുള്ള വഴിയല്ല, മറിച്ച് അതിൽ നിന്ന് അകറ്റുന്ന വഴിയാണെന്ന് അദ്ദേഹം ആ നിമിഷം തിരിച്ചറിഞ്ഞു. ഇവിടെയാണ് ഒരു പ്രധാനപ്പെട്ട പോയിന്റ്. ഒരുപാട് പേർക്ക് തങ്ങളുടെ സാഹചര്യങ്ങളിൽ അസംതൃപ്തിയുണ്ട്, പക്ഷെ അവർ പുതിയ വഴികൾ തേടാൻ തയ്യാറാകുന്നില്ല. ശരിയാണ്. പക്ഷേ അശോക് ഘോഷ് ആ തിരിച്ചറിവിൽ തളർന്നിരുന്നില്ല. പകരം അതൊരു ഊർജമായി എടുത്തു. ഒരു പുതിയ വഴിക്കായുള്ള അന്വേഷണം അവിടെ തുടങ്ങുകയായിരുന്നു. ശരിയാണ്. അപ്പോൾ അന്വേഷണത്തിന്റെ ആദ്യഘട്ടം സ്വാഭാവികമായും മനസ്സിൽ വരുന്നത് സ്വന്തമായൊരു ബിസിനസ് തുടങ്ങുക എന്ന ആശയമാണ്. അതെ, പക്ഷേ അവിടെയും ഒരുപാട് തടസ്സങ്ങൾ മുന്നിലുണ്ടായിരുന്നു. ഏറ്റവും വലുത് പണം തന്നെ. തീർച്ചയായും. ഒരു ബിസിനസ് തുടങ്ങാൻ വലിയ മുതൽമുടക്ക് വേണം. കയ്യിൽ അത്രയും പണമില്ല. ഇനി ബാങ്കിൽ നിന്ന് ലോൺ എടുത്താലോ? അതിന്റെ ടെൻഷൻ വേറെ. തിരിച്ചടയ്ക്കാൻ പറ്റിയില്ലെങ്കിൽ എന്ത് ചെയ്യും എന്നുള്ള ഭയം. അദ്ദേഹം അത് വ്യക്തമായി പറയുന്നുണ്ട്. എനിക്ക് ടെൻഷനുള്ളൊരു ബിസിനസ് ചെയ്യാൻ താൽപ്പര്യമില്ലായിരുന്നു എന്ന്. അപ്പോ അദ്ദേഹം അന്വേഷിച്ചത് കുറഞ്ഞ മുതൽ മുടക്കുള്ള, സാമ്പത്തിക റിസ്ക് ഇല്ലാത്ത, എന്നാൽ വലിയ സാധ്യതകളുള്ള ഒരവസരമാണ്. അതെ. ഈ അന്വേഷണത്തിനിടയിൽ അദ്ദേഹം മറ്റു പല മാർക്കറ്റിംഗ് മേഖലകളെക്കുറിച്ചും പഠിച്ചു. ഇൻഷുറൻസ്, മണി മാർക്കറ്റ് പോലുള്ളവ. പക്ഷെ അതിലൊന്നും അദ്ദേഹത്തിന് താൻ ആഗ്രഹിച്ച ആ ഒരു മോഡൽ കണ്ടെത്താനായില്ല. ഇൻഷുറൻസ് മേഖലയെക്കുറിച്ച് അദ്ദേഹം പറയുന്നൊരു കാര്യം വളരെ രസകരമാണ്. ഒരാൾ ഒരു തവണ പോളിസി എടുത്തു കഴിഞ്ഞാൽ അടുത്ത തവണ അയാളുടെ അടുത്ത് ചെല്ലുമ്പോൾ ഒരുപക്ഷെ അയാൾക്ക് താൽപ്പര്യമുണ്ടാകില്ല. അതായത് ഓരോ തവണയും പുതിയ ആൾക്കാരെ കണ്ടെത്തണം. അതൊരു സ്ഥിര വരുമാനത്തിലേക്ക് നയിക്കില്ല. അതൊരു സുസ്ഥിരമായ ബിസിനസ് മോഡലായി അദ്ദേഹത്തിന് തോന്നിയില്ല. അതെ, തന്റെ സ്വപ്നങ്ങളിലേക്ക് നയിക്കാൻ കഴിയുന്ന, ടെൻഷനില്ലാത്ത, ലളിതമായൊരു വഴിക്കുവേണ്ടിയുള്ള തിരച്ചിൽ അദ്ദേഹം തുടർന്നുകൊണ്ടേയിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് 2008 മെയ് 11. ആ ഡേറ്റ് വളരെ പ്രധാനപ്പെട്ടതാണ്. അതെ, അന്ന് വെസ്റ്റീജ് എന്ന അവസരത്തെക്കുറിച്ച് അദ്ദേഹം കേൾക്കുന്നു.
ഇവിടെയാണ് കഥയുടെ ഗതി മാറുന്നത്. അദ്ദേഹം ഒരു ലീഡറെ ഫോണിൽ വിളിക്കുന്നു. തൊട്ടടുത്ത ദിവസം മെയ് 12-ന് കൊൽക്കത്തയിലെ ഹോട്ടൽ ഹിന്ദുസ്ഥാനിൽ വെച്ച് ആ ബിസിനസ് പ്ലാൻ എന്താണെന്ന് കേൾക്കാൻ പോകുന്നു. ആ തീരുമാനമെടുത്തതിലെ വേഗതയാണ് എന്നെ ശരിക്കും അത്ഭുതപ്പെടുത്തുന്നത്. ദിവസങ്ങളോ ആഴ്ചകളോ ഒന്നും ആലോചിച്ചില്ല. പ്ലാൻ കണ്ടു, അത് മനസ്സിലാക്കി. അവിടെ ഇരുന്നു തന്നെ തീരുമാനമെടുത്തു. എന്തായിരിക്കും അദ്ദേഹത്തെ അത്രയധികം ആകർഷിച്ചത്? എന്താണ് ഈ പ്ലാൻ, ഈ സിസ്റ്റം എന്ന് നമുക്കൊന്ന് ലളിതമായി പറയാമോ? തീർച്ചയായും ഇതാണ് ഈ ചർച്ചയുടെ കാതൽ. അശോക് ഘോഷ് കണ്ട ആ സിസ്റ്റം എന്ന് പറയുന്നത് ഡയറക്റ്റ് സെല്ലിംഗ് എന്ന ബിസിനസ് മാതൃകയാണ്. ഓക്കേ. വളരെ ലളിതമായി പറഞ്ഞാൽ ഒരു കമ്പനിയുടെ ഉൽപ്പന്നങ്ങൾ ഇടനിലക്കാരില്ലാതെ നേരിട്ട് ഉപഭോക്താക്കളിലേക്ക് എത്തിക്കുന്ന രീതി. പക്ഷെ അതിന്റെ സൗന്ദര്യം അതല്ല. പിന്നെന്താണ്? അവിടെ 2 തരത്തിൽ വരുമാനം നേടാനുള്ള അവസരമുണ്ട്. ഒന്നാമത്തേത്, നിങ്ങൾ വ്യക്തിപരമായി ചെയ്യുന്ന വിൽപ്പനയിലൂടെ കിട്ടുന്ന ലാഭം. ഇത് വളരെ സാധാരണമാണ്. ശരി. എന്നാൽ രണ്ടാമത്തേതും ഏറ്റവും ശക്തവുമായുമായ വരുമാനം വരുന്നത് നിങ്ങളൊരു നെറ്റ്വർക്ക്, അതായത് ഒരു ടീം ഉണ്ടാക്കുന്നതിലൂടെയാണ്. ഓക്കെ. നിങ്ങളെപ്പോലെ ഈ ബിസിനസ് ചെയ്യാൻ താൽപ്പര്യമുള്ള മറ്റുള്ളവരെ നിങ്ങൾ ഈ ശൃംഖലയിലേക്ക് കൊണ്ടുവരുന്നു. അവരുടെയും അവരുടെ ടീമിന്റെയും വിൽപ്പനയുടെ ഒരു നിശ്ചിത ശതമാനം വരുമാനമായി നിങ്ങൾക്കും ലഭിക്കുന്നു. അപ്പോൾ നമ്മൾ ഒറ്റയ്ക്കല്ല പ്രവർത്തിക്കുന്നത്, ഒരു ടീമായിട്ടാണ് വളരുന്നത്. നമ്മുടെ വരുമാനം നമ്മുടെ മാത്രം പ്രയത്നത്തെ ആശ്രയിച്ചല്ല ഇരിക്കുന്നത്, അല്ലേ? എക്സാക്ട്ലി. ഇതിനെയാണ് ലെവറേജ് എന്ന് പറയുന്നത്. മറ്റുള്ളവരുടെ സമയത്തെയും പ്രയത്നത്തെയും ഉപയോഗിച്ച് നിങ്ങളുടെ വരുമാനം വർദ്ധിപ്പിക്കുന്ന രീതി. ഒരു ഫ്രാഞ്ചൈസി ബിസിനസ് പോലെ ചിന്തിച്ചു നോക്കൂ. പക്ഷേ ഇവിടെ ലക്ഷങ്ങൾ മുടക്കുന്നതിന് പകരം നിങ്ങൾ നിങ്ങളുടെ സമയവും പ്രയത്നവുമാണ് നിക്ഷേപിക്കുന്നത്. അശോക് ഘോഷ് തിരിച്ചറിഞ്ഞത് ഇതാണ്. ടെൻഷനില്ലാതെ, വലിയ മുതൽ മുടക്കില്ലാതെ സ്വന്തമായൊരു ബിസിനസ് സാമ്രാജ്യം കെട്ടിപ്പടുക്കാനുള്ള ഒരു സിമ്പിൾ വഴി. അപ്പോൾ 2008 മെയ് 12-ന് അദ്ദേഹം ആ ഹോട്ടൽ മുറിയിലിരുന്നെടുത്ത തീരുമാനം വെറുമൊരു ജോലി മാറാനുള്ളതായിരുന്നില്ല. അല്ല. അതൊരു ജോലിക്കാരൻ എന്ന ചിന്താഗതിയിൽ നിന്ന് ഒരു ബിസിനസ്കാരൻ എന്ന ചിന്താഗതിയിലേക്കുള്ള മാറ്റമായിരുന്നു. പക്ഷേ ഒരു സിസ്റ്റത്തിൽ ചേർന്നതുകൊണ്ട് മാത്രം വിജയമുണ്ടാകില്ലല്ലോ. അതിനുശേഷം എന്താണ് സംഭവിച്ചത്? വളരെ നല്ല ചോദ്യം. കാരണം വിജയം ഒറ്റ രാത്രി കൊണ്ട് സംഭവിക്കുന്ന ഒന്നല്ല. പക്ഷേ വെസ്റ്റിജിന്റെ സിസ്റ്റത്തിന്റെ ഭംഗി എന്താണെന്ന് വെച്ചാൽ വിജയത്തിലേക്കുള്ള വഴികൾ വളരെ ലളിതമാണ്. സിമ്പിളാണ്. അതെ, ആർക്കും പകർത്താൻ കഴിയുന്നതാണ്. അതിനെ നമ്മൾ സങ്കീർണമാക്കേണ്ടതില്ല. 3 ലളിതമായ കാര്യങ്ങളാണ് ഈ ബിസിനസ്സിൽ വിജയിക്കാൻ ചെയ്യേണ്ടത്. എന്തൊക്കെയാണവ? 1. ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കുക. യൂസ് ദ പ്രൊഡക്ട്സ്. നിങ്ങൾ വിൽക്കാൻ പോകുന്ന ഉൽപ്പന്നങ്ങൾ ആദ്യം നിങ്ങൾ തന്നെ ഉപയോഗിച്ച് അതിന്റെ ഗുണമേന്മ അനുഭവിച്ചറിയണം. അപ്പോൾ ഒരു ആത്മവിശ്വാസം കിട്ടും. തീർച്ചയായും. 2. ഉൽപ്പന്നങ്ങളെയും ഈ അവസരത്തെയും കുറിച്ച് മറ്റുള്ളവരുമായി സംസാരിക്കുക. ഷെയർ ദ പ്രൊഡക്ട്സ് ആൻഡ് ഓപ്പർച്യൂണിറ്റി. നിങ്ങൾക്ക് നല്ലതെന്ന് തോന്നിയൊരു കാര്യം സുഹൃത്തുക്കളോടും ബന്ധുക്കളോടും പങ്കുവയ്ക്കുക. അതെ. 3. നിങ്ങളോടൊപ്പം ചേരുന്നവരെയും ഇതേ കാര്യങ്ങൾ ചെയ്യാൻ പഠിപ്പിക്കുക. ടീച്ച് ദം ടു ഡു ദ സെയിം. ഇത് കേൾക്കാൻ വളരെ സിമ്പിളായി തോന്നുന്നു. ഉപയോഗിക്കുക, പങ്കുവയ്ക്കുക, പഠിപ്പിക്കുക. ഈ ലളിതമായ സിസ്റ്റം പിന്തുടർന്നതിലൂടെയാണ് അശോക് ഘോഷ് തന്റെ സ്വപ്നങ്ങളെല്ലാം നേടിയെടുത്തത്. അതെ. ഈ സിസ്റ്റത്തിന്റെ ശക്തി അതിന്റെ ലാളിത്യത്തിലാണ്. ആർക്കും പകർത്താൻ കഴിയുന്നതുകൊണ്ടാണ് ഈ നെറ്റ്വർക്ക് വളരുന്നത്. അശോക് ഘോഷ് ഈ സിമ്പിളായ കാര്യങ്ങൾ സ്ഥിരതയോടെ, ആവേശത്തോടെ വർഷങ്ങളോളം ചെയ്തു. അതിന്റെ ഫലമാണ് നമ്മൾ ഇന്ന് കാണുന്ന ആ വലിയ വിജയം. ആ വിജയത്തിന്റെ വ്യാപ്തി എത്രത്തോളം ഉണ്ടെന്ന് നമുക്കൊന്ന് നോക്കാം. ഒരു കാർ എന്ന സ്വപ്നവുമായി വന്ന അദ്ദേഹത്തിന് ഇന്ന് സ്വന്തമായി 4 കാറുകളുണ്ട്. 4 കാറുകൾ? ഒരു വീടെന്നത് ജീവിതത്തിലെ ഏറ്റവും വലിയ ലക്ഷ്യമായിരുന്നു. വെസ്റ്റീജിലൂടെ അദ്ദേഹം നിർമ്മിച്ചത് 1 അല്ല 3 വീടുകളാണ്. ആ വിജയത്തിന് ഒരു വൈകാരികമായ തലം കൂടിയുണ്ട്. അദ്ദേഹം പറയുന്നുണ്ട്, എന്റെ വീട്ടിലെ വലിയ കാളിമാതാ ക്ഷേത്രം ഉൾപ്പെടെ എന്റെ ജീവിതത്തിൽ ഇന്നുള്ളതെല്ലാം വെസ്റ്റീജിൽ നിന്നാണ് എന്ന്. അത് കേവലം പണത്തെക്കുറിച്ചല്ല. അല്ല, തന്റെ ജീവിതത്തെയും വിശ്വാസങ്ങളെയും ചേർത്ത് പിടിച്ചുകൊണ്ട് നേടിയെടുത്ത ഒരു സമ്പൂർണ്ണ വിജയമാണത്. തനിക്ക് ലഭിച്ചതെല്ലാം ഈ ഒരു സിസ്റ്റത്തിൽ നിന്നാണെന്ന് അദ്ദേഹം പറയുമ്പോൾ ആ വിജയത്തിന്റെ ആഴം നമുക്ക് മനസ്സിലാക്കാം. അദ്ദേഹത്തിന്റെ വാക്കുകളിൽ എന്നെ ഏറ്റവും സ്പർശിച്ച മറ്റൊരു കാര്യമുണ്ട്. സ്വന്തം നേട്ടങ്ങളല്ല അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ സന്തോഷം. അതെന്താണ്? മറിച്ച് തന്റെ വാക്ക് വിശ്വസിച്ച് തന്നോടൊപ്പം ഈ ബിസിനസ്സിലേക്ക് വന്ന ഒരുപാട് സാധാരണക്കാരായ സുഹൃത്തുക്കൾ, അവർ ഇന്ന് കാറും വീടും വിദേശയാത്രകളുമൊക്കെയായി സന്തോഷത്തോടെ ജീവിക്കുന്നത് കാണുന്നതാണ്
അദ്ദേഹത്തെ ഏറ്റവും കൂടുതൽ സന്തോഷിപ്പിക്കുന്നത്. അതാണ് ഈ ബിസിനസ് മോഡലിന്റെ ആത്മാവ് എന്ന് പറയുന്നത്. ഇതൊരു കൂട്ടായ വിജയമാണ്. നിങ്ങൾ മറ്റൊരാളെ തോൽപ്പിച്ച് വിജയിക്കുന്ന ഒരു മത്സരമല്ല ഇത്. ശരിയാണ്. പകരം മറ്റുള്ളവരെ വിജയത്തിലേക്ക് കൈപിടിച്ചുയർത്തുമ്പോൾ നിങ്ങളും ഒപ്പം വിജയിക്കുന്ന ഒരു സഹകരണത്തിന്റെ മാതൃകയാണിത്. നിങ്ങളുടെ ടീമംഗങ്ങൾ എത്രത്തോളം വരുമാനം നേടുന്നുവോ അത്രത്തോളം നിങ്ങളുടെയും വരുമാനം വർദ്ധിക്കും. ഒരു വിൻ-വിൻ സിസ്റ്റം. എക്സാക്ട്ലി, ഒരു വിൻ-വിൻ സിസ്റ്റം. ഇനി മുന്നോട്ടുള്ള കാഴ്ചപ്പാടിനെക്കുറിച്ചും പുതുതായി വരുന്നവർക്കുള്ള ഉപദേശത്തെക്കുറിച്ചും അദ്ദേഹം പറയുന്നുണ്ട്. വെസ്റ്റീജ് എന്ന കമ്പനി 20 വർഷം പൂർത്തിയാക്കി. അതെ, 2030ലേക്കുള്ള പദ്ധതികൾ വരെ അവർക്ക് തയ്യാറാണ്. ഇതാ പ്ലാറ്റ്ഫോമിന്റെ സ്ഥിരതയും ദീർഘവീക്ഷണവും കാണിക്കുന്നു. അപ്പോ അശോക് ഘോഷ് നൽകുന്ന ഉപദേശമെന്താണ്? അദ്ദേഹത്തിന്റെ വിജയരഹസ്യം പോലെ തന്നെ വളരെ ലളിതമാണ് ആ ഉപദേശവും. വിജയത്തിനായി സങ്കീർണമായ തന്ത്രങ്ങളോ കുറുക്കുവഴികളോ ഒന്നും ആവശ്യമില്ല. അദ്ദേഹം പറയുന്നത് 3 കാര്യങ്ങളാണ്. കമ്പനിയെ പിന്തുടരുക, കമ്പനിയുടെ സിസ്റ്റം ശ്രദ്ധയോടെ കേൾക്കുക, കമ്പനിയോടൊപ്പം നടക്കുക. അത്രയുള്ളൂ. അതെ, ഈ 3 കാര്യങ്ങൾ ചെയ്യാൻ തയ്യാറാണെങ്കിൽ വിജയം സുനിശ്ചിതമാണെന്ന് ഉറപ്പാണ് അദ്ദേഹം നൽകുന്നത്. വളരെ വ്യക്തമായൊരു സന്ദേശം. ഒരുപാട് ആലോചിച്ച് കാര്യങ്ങൾ സങ്കീർണമാക്കാതെ ഇതിനോടകം വിജയം തെളിയിച്ചൊരു പാതയിലൂടെ, ഒരു സിസ്റ്റത്തിലൂടെ ലളിതമായി മുന്നോട്ടു പോകുക. അതെ. ഇന്നത്തെ ഈ ചർച്ച ഒന്ന് ചുരുക്കി പറഞ്ഞാൽ, ഒരു സാധാരണ ജോലിയുടെ പരിമിതികൾ ആ സ്കൂട്ടർ നിമിഷമെന്ന തിരിച്ചറിവിലൂടെ മനസ്സിലാക്കി. അതിലൊതുങ്ങിക്കൂടാതെ പുതിയ അവസരങ്ങൾ തേടിയ ഒരു വ്യക്തിയുടെ കഥയാണ് നമ്മൾ കേട്ടത്. അതെ, ഡയറക്റ്റ് സെല്ലിംഗ് എന്ന കുറഞ്ഞ മുതൽ മുടക്കിൽ വലിയ സാധ്യതകളുള്ള ഒരു ബിസിനസ് മോഡലിനെ അദ്ദേഹം മനസ്സിലാക്കി. ഉപയോഗിക്കുക, പങ്കുവയ്ക്കുക, പഠിപ്പിക്കുക എന്ന ലളിതമായ സിസ്റ്റം പിന്തുടർന്നുകൊണ്ട് അദ്ദേഹം തന്റെ സ്വപ്നങ്ങളെല്ലാം യാഥാർത്ഥ്യമാക്കി. ഇത് കേൾക്കുന്ന നിങ്ങളോട് ഒരു ചോദ്യം ചോദിക്കട്ടെ. അശോക് ഘോഷിന്റെ ഈ അനുഭവം നൽകുന്ന പ്രധാന സന്ദേശമെന്താണ്? നമ്മുടെ ഇപ്പോഴത്തെ വഴി, നമ്മളിപ്പോൾ ചെയ്യുന്ന ജോലി നമ്മളെ എവിടേക്കാണ് കൊണ്ടുപോകുന്നതെന്ന് ചിന്തിക്കാൻ ഈ കഥ ഒരു കാരണമാകുന്നില്ലേ? നമ്മുടെ യഥാർത്ഥ സ്വപ്നങ്ങൾക്ക് അനുയോജ്യമായ ഒരു പാത തെരഞ്ഞെടുക്കാനുള്ള പ്രചോദനം ഇതിൽ നിന്നില്ലേ? തീർച്ചയായും. നിങ്ങൾക്കായി ഒരു അവസാന ചിന്ത കൂടി. ഈ കഥയിലെ യഥാർത്ഥ വഴിത്തിരിവേതാണ്? പഴയ സ്കൂട്ടറിൽ വരുന്ന സീനിയറിനെ കണ്ട് നിരാശനായ ആ നിമിഷമാണോ? അതോ വെസ്റ്റീജിന്റെ പ്ലാൻ കേട്ട് ഞാനിത് ചെയ്യും എന്ന് തീരുമാനിച്ച ആ നിമിഷമാണോ? ഒരുപക്ഷേ യഥാർത്ഥ വഴിത്തിരിവ് അതൊന്നുമല്ലായിരിക്കാം. പിന്നെന്തായിരിക്കും? ഒരു ജോലിയും ഒരു സിസ്റ്റമും തമ്മിലുള്ള വ്യത്യാസം തിരിച്ചറിഞ്ഞ നിമിഷമായിരിക്കാം അത്. ആകുന്ന അത്തരം ലളിതമായ തിരിച്ചറിവുകളിൽ നിന്നായിരിക്കാം. നിങ്ങളെന്തു പറയുന്നു?